ഈ തിരുവനന്തപുരത്തു നിന്നുള്ളൊരു വാർത്തയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്ന KSRTC ഡ്രൈവർക്കെതിരെ കേസ്. തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദുവിനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിലാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എന്നായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? അതിന് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി ആര്യ രാജേന്ദ്രനും ഭർത്താവും സച്ചിനുമായി ഒന്നിച്ച് വാഹനത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് KSRTC ബസ് സൈഡ് നൽകാത്തതിനെ തുടർന്ന് തർക്കമുണ്ടായത്. പട്ടം മുതൽ പാളയം വരെയാണ് ഈ വാഹനത്തിന് സൈഡ് കൊടുക്കാതെ ബസ് ഡ്രൈവർ തടഞ്ഞത് എന്നാണ് ആരോപിക്കുന്നത്. അതിനുശേഷം പാളയത്തെത്തിയതോടെ തന്നെ ആര്യ രാജേന്ദ്രനും ഒപ്പവും ഉണ്ടായിരുന്നവർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ബസ്സിന് കുറുകെ വാഹനം കയറ്റി നടത്തി പുറത്തിറങ്ങി ഡ്രൈവറുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. ഡ്രൈവർ വാഹനം നിർത്താത്തത് മാത്രമല്ല, ഡ്രൈവർ മോശമായി പെരുമാറി എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഉന്നയിച്ചത്. അതിനുശേഷം വിഷയം പോലീസിനെ ധരിപ്പിച്ചു. കന്റോൺമെന്റ് പോലീസ് സംഭവത്തിൽ കേസെടുത്തതിനു ശേഷം ഡ്രൈവറെ രാത്രി തന്നെ അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെയാണ് വിട്ടയച്ചത്. ഏതായാലും ഈ ഒരു തർക്കം വലിയ രീതിയിലുള്ള ഒരു തർക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ബസ് സൈഡ് കൊടുക്കാത്തത് ഡ്രൈവർ മനഃപൂർവ്വമാണ് ചെയ്തതെന്നും ഡ്രൈവർ വളരെ മോശമായി ആര്യ രാജേന്ദ്രനോട് മേയറിനോട് പെരുമാറി എന്നടക്കമുള്ള കാര്യങ്ങളാണ് കേസിന് കാരണമായിട്ടുള്ളത്. മേയറാണെന്ന് അറിഞ്ഞിട്ടും മോശമായി പെരുമാറി എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. അതിരാ ശരി വിഷ്ണു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാതിരുന്ന KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. തമ്പാനൂർ ഡിപ്പോയിലെ ഡ്രൈവർ യദുവിനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.